നമസ്കാരം കുട്ടികളെ. 7ാം ക്ലാസ്സിലെ അയ്യപ്പ പണിക്കരുടെ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്നുള്ള കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. കവിയെപ്പറ്റി പറയുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ കാവാലത്ത് 1930 സെപ്റ്റംബർ 12-നാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. കവി, അധ്യാപകൻ, വിമർശകൻ എന്നീ നിലകളിൽ അദ്ദേഹം അറിയപ്പെട്ടു. മലയാളത്തിലെ നവീന കവിതയുടെയും ആധുനികോത്തര കവിതയുടെയും പ്രമുഖ വക്താവും പ്രയോക്താവുമായിരുന്ന അയ്യപ്പ പണിക്കർക്ക് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കല്യാണി കൃഷ്ണമേനോൻ അവാർഡ്, ആശാൻ പ്രൈസ് അവാർഡ് തുടങ്ങിയ നിരവധി അവാർഡുകൾ. അദ്ദേഹം MG കോളേജിൽ അധ്യാപകനായിട്ടിരുന്നു. തിരുവനന്തപുരം MG കോളേജിൽ അധ്യാപകനായിട്ടിരുന്നതാണ്, ഇംഗ്ലീഷ് അധ്യാപകനായിട്ടിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്നുള്ള കവിതയാണ്. അപ്പോൾ ആ കവിതയുടെ പ്രധാന പ്രമേയം മേടമാസത്തിൽ പൂക്കുന്ന കണിക്കൊന്നയെ പറ്റിയാണ് ഈ കവിതയിൽ കവി പറയുന്നത്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കടക്കാം. ഒരു പ്രാവശ്യം മിസ്സ് നന്നായിട്ട് വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് മിസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. നന്നായിട്ട് വായിക്കാൻ പഠിക്കുക കൂടെ വായിച്ചതിന്. എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ, വിഷുക്കാലമെത്തിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഞാൻ ഞെട്ടിത്തരിക്കും, ഇരുൾ തൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും, പുലർച്ചെ കുളിർക്കാറ്റ് വീശിപ്പറക്കും, വിയൽ പക്ഷി ശ്രദ്ധിച്ചു നോക്കും, ഞരമ്പിൻ്റെ ഉള്ളിൽ തിരക്കാണലുക്കിട്ട മേനിപ്പുളപ്പിന്നു പൂവൊക്കെ എത്തിച്ച് ഒരുക്കിക്കൊടുക്കാൻ തിടുക്കം, ഉണങ്ങിക്കരിഞ്ഞെന്നു തോന്നിച്ച കൊമ്പിൻ മുനമ്പിൽ തിളങ്ങുന്നു പൊന്നിൻ പതക്കങ്ങൾ, എന്താലി നിന്താലി പൂത്താലിയാടി കളിക്കുന്ന കൊമ്പത്ത് സമ്പത്തു കൊണ്ടാടി നിൽക്കും കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. അപ്പം എന്താ വിഷുക്കാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അല്ലേ, നിങ്ങൾക്കൊക്കെ അറിയാം. പുതിയൊരു വർഷം ആരംഭിക്കുകയാണ്. കർഷക മാസം, വിഷു ഏപ്രിൽ, മേടമാസം 1-ാം തീയതി. അപ്പം പ്രത്യേകിച്ച് ഹിന്ദു ഭവനങ്ങളിൽ പുതിയൊരു വർഷം എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി സമ്പൽ സമൃദ്ധിയൊക്കെയായിട്ട് കണിയൊക്കെ ഒരുക്കും. വെള്ളരിക്ക ഇതൊക്കെ ചേർത്ത് വെള്ളരിക്ക, പിന്നെ കുറേ പച്ചക്കറികൾ, കണിവെള്ളരിക്കയാണ് അതിൽ പ്രധാനം. കണ്ണാടി ഉൾപ്പെടെ സ്വർണം വയ്ക്കും, പിന്നെ കോടി വയ്ക്കും, അതിൻ്റെ കൂടെ അരി, പിന്നെ കുറേ പഴവർഗ്ഗങ്ങൾ, ഇതെല്ലാം കൂടെ വെച്ചിട്ട് മെയിനായിട്ട് അതിൻ്റെ പുറത്ത് വെക്കുന്നതാണ് കണിക്കൊന്ന. അത് കണി കണ്ട് ആ വർഷം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെല്ലാ സൗഭാഗ്യങ്ങളും എത്തിച്ചേരുമെന്നാണ് ഐതിഹ്യം. അപ്പം എന്താ പറയുക, അപ്പം നമുക്ക് കവിതയിലേക്ക് കടക്കാം. എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ. കണിക്കൊന്ന പറയാണ്, പൂക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം മേടമാസം ഇങ്ങനെ എത്തിക്കഴിഞ്ഞു. നമുക്കറിയാം ഒരുപാട് ചൂടുള്ള മാസമാണല്ലോ മേടമാസം എന്ന് പറഞ്ഞാൽ. ഏപ്രിൽ മെയ് മാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ആ സമയത്ത് പോലും എല്ലാവരെയും കണി കാണിക്കാൻ വേണ്ടി പൂക്കുന്നതാണ് കണിക്കൊന്ന. എല്ലാവരെയും കണി കാണിക്കാൻ വേണ്ടി ഐശ്വര്യ സമൃദ്ധിയുടെ പ്രതീകമായിട്ടാണ്. മഞ്ഞ നിറം മാത്രമേ ഉള്ള കണിക്കൊന്ന. നിങ്ങൾക്കറിയാമല്ലോ കണിക്കൊന്ന പൂ. അപ്പോൾ പറയുകയാണ്, എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ. അതായത് എനിക്ക് പൂക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ ആരാണ്? ഞാൻ കണിക്കൊന്നയാണ്. എനിക്കാവതില്ല, എനിക്ക് കഴിയില്ല, പൂക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല, ഞാൻ കണിക്കൊന്ന ആയതുകൊണ്ട്. വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ. വിഷുക്കാലമാണ്, എനിക്ക് പൂക്കാതിരിക്കാൻ കഴിയില്ല. വിഷുക്കാലമാകുമ്പോൾ എനിക്ക് പൂത്തേ മതിയാവൂ. കാരണം വിഷുക്കണി ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണിക്കൊന്നയുടെ ദൗത്യം. എല്ലാവർക്കും പൂവിങ്ങനെ എത്തിച്ച് ഒരുക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ആ ദൗത്യം കണിക്കൊന്ന ഏറ്റെടുത്തുകൊണ്ടാണ് വിഷുക്കാലം എത്തിക്കഴിഞ്ഞ് എനിക്ക് പൂക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് വിഷുക്കാലം എത്തിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഞാൻ ഞെട്ടിത്തരിക്കും. വിഷുക്കാലം എത്തിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഞാനിങ്ങനെ ഞെട്ടിത്തരിക്കും. നമ്മളൊക്കെ ചിലപ്പം ഉറക്കത്തിൽ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഭീകര സ്വപ്നം, യക്ഷിയൊക്കെ ഇങ്ങനെ സ്വപ്നത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അയ്യോ അമ്മ എന്ന് പറഞ്ഞ് നമ്മൾ ഞെട്ടി എഴുന്നേക്കും. പക്ഷെ കണിക്കൊന്ന എന്താ ഞെട്ടി എഴുന്നേക്കുന്നതെന്ന് അറിയാമോ? കണിക്കൊന്ന ഞെട്ടി എഴുന്നത് വിഷുക്കാലം എത്തിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേക്കും. കാരണം കണിക്കൊന്നയുടെ ദൗത്യം പൂവ് ഒരുക്കി കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ദൈവമേ മേടമാസം ആയോ, വിഷുക്കാലം ആയോ, എനിക്കിപ്പോൾ എഴുന്നേറ്റേ മതിയാവുള്ളൂ, എനിക്ക് ഉണർന്നേ മതിയാവുള്ളൂ എന്നുള്ള രീതിയിൽ കണിക്കൊന്ന ഞെട്ടി ഉണരും. ഞെട്ടി ഉറക്കത്തിൽ ഞാൻ ഞെട്ടിത്തരിക്കും. ആ സമയത്ത് എന്താ കണിക്കൊന്ന കാണുന്നത്? ഇരുൾ തൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും.
ഇരുളാകുന്ന തൊപ്പി ഇങ്ങനെ പതുക്കെ പൊക്കിയിട്ട് പ്രഭാതം ഇങ്ങനെ ഒന്ന് ചിരിക്കാനായിട്ട് ശ്രമിക്കും. അപ്പം നേരമൊന്നും വെളുത്തിട്ടില്ല. അപ്പോൾ ഇരുളാകുന്ന തൊപ്പിയുടെ മറ നീക്കി പ്രഭാതം, നമുക്ക് നല്ല രസമല്ലേ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പതുക്കെ ഇരുട്ടൊക്കെ മാറി ഇങ്ങനെ പ്രഭാതം സൂര്യനൊക്കെ ഉദിച്ചു വരുന്ന കാഴ്ച കാണാനായിട്ട് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ സമയത്താണ് ഇരുളാകുന്ന തൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു ചിരിയോടുകൂടിയാണ്, അല്ലെ ഒരു ചെറിയ ചിരിയോടുകൂടിയാണ് പ്രഭാതത്തിൻ്റെ കടന്നുവരവ്. ആ സമയമോ പുലർച്ചെ കുളിർക്കാറ്റ് വീശി പറക്കും. പുലർച്ചെ ആകുമ്പോൾ ഒരു നല്ല തണുത്ത ഒരു ചെറിയ കാറ്റിങ്ങനെ വീശി പറക്കും. അപ്പോൾ നമുക്കൊരു പ്രത്യേക സുഖം. രാവിലെ എഴുന്നേറ്റ് മുറ്റത്തൊക്കെ ഇന്ന് ഈ പ്രഭാതത്തെയൊക്കെ നോക്കി ചിരിച്ച്, പ്രഭാതം നമ്മളെ നോക്കി ചിരിച്ച് ചെറിയൊരു ഇളം കാറ്റൊക്കെ വീശി ഇളം കാറ്റ് വീശി പറക്കും. വിയൽ പക്ഷി ശ്രദ്ധിച്ചു നോക്കും. വിയൽ പക്ഷി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? വിഷുക്കാലത്തുള്ള ഒരു പക്ഷിയാണ്. നമ്മുടെ ശരിക്കും പുള്ളിക്കുയിലെന്നാണ് അതിനെ വിളിക്കുന്നത്, വിയൽ പക്ഷി. ആ വിഷുവിൻ്റെ വരവറിയിക്കുന്നതിന് വിയൽ പക്ഷിയാണെന്ന് പറയുന്നത്. വിഷു പക്ഷി എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? വിത്തും കൈക്കോട്ടും പാടി ചെമ്പോത്ത്, കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ സമയത്തൊക്കെ ഒരു പാട്ട് പാടുന്ന വിത്തും കൈക്കോട്ടും പാടി ചെമ്പോത്ത് ചക്കയ്ക്കൊപ്പുണ്ടോ പാടും ചെങ്ങാലി പക്ഷി, കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ വിഷുവിൻ്റെ വരവറിയിക്കുന്ന പക്ഷിയാണ് വിയൽ പക്ഷി എന്ന് നമ്മൾ പറയുന്നത്, നമ്മുടെ പുള്ളിക്കുയിൽ തന്നെ. അപ്പോൾ ഈ കുളിർക്കാറ്റ് ഇങ്ങനെ വീശി പറക്കുന്ന സമയത്ത് വിയൽ പക്ഷി ശ്രദ്ധിച്ച് നോക്കും. ശ്രദ്ധിച്ചിങ്ങനെ നോക്കും, സൂക്ഷിച്ച് നോക്കും. എന്താ, കണിക്കൊന്ന പൂത്തിട്ടുണ്ടോ? കണിക്കൊന്ന പൂത്ത് നിൽക്കുകയാണോ? എല്ലാവർക്കും ഐശ്വര്യം പകരാനായിട്ട് കണിക്കൊന്ന പൂത്ത് നിൽപ്പുണ്ടോ എന്ന് നോക്കും. അപ്പോഴേക്കോ ഞരമ്പിൻ്റെ ഉള്ളിൽ തിരക്കാണ്. അലുക്കിട്ട മേനിപ്പുളപ്പിന് പൂവൊക്കെ എത്തിച്ചൊരുക്കി കൊടുക്കാൻ തിടുക്കം. എൻ്റെ ഞരമ്പിൻ്റെ ഉള്ളിൽ അങ്ങ് തിരക്കാണ്. എൻ്റെ ആരുടെ? കണിക്കൊന്നയുടെ ഞരമ്പുകൾ ഇങ്ങനെ തിരക്കിട്ട് നിൽക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? പൂവ് ഇങ്ങനെ വിടർത്തിട്ട്. അലുക്കിട്ട മേനിപ്പുളപ്പിന്, അലുക്കെന്ന് പറഞ്ഞാൽ ഈ കമ്മൽ തട്ടായിട്ടിട്ട് അലുക്ക് കമ്മൽ എന്നൊക്കെ പറയും. പണ്ടത്തെ ഈ മുസ്ലിം ഉമ്മമാരൊക്കെ ഇടും ഇങ്ങനെ അലുക്ക് പോലെ ഇങ്ങനെ അവരിടുന്ന, അവരുടെ കമ്മൽ ചെവി മൊത്തം തുളച്ചിട്ട് കുറേ മേൽക്കാത് പോലൊക്കെ കത്തിട്ട് ഇങ്ങനെ അലുക്കലുക്ക് പോലെ ഇങ്ങനെ കമ്മലിങ്ങനെ തൂക്കിയെടുക്കുക, ഇങ്ങനെ അട്ടിയായിട്ട് കിടക്കുക, തട്ടായിട്ട് കിടക്കുക. അപ്പോൾ ഈ കൊന്നപ്പൂവിൻ്റെ പ്രത്യേകത അങ്ങനെ അല്ലേ, അതിങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഷേപ്പിൽ ഇങ്ങനെ അടുത്തടുത്താണ് ഈ പൂവ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റും. നമ്മളൊക്കെ ഇപ്പോൾ കൊന്നപ്പൂവ് വീട്ടിലില്ലെങ്കിൽ ഭയങ്കര വില കേട്ടോ. വിഷുവിൻ്റെ സമയത്ത് നമ്മൾ തലേദിവസം കടയിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വില. ഒരു കമ്പിന് തന്നെ 25 രൂപ 30 രൂപയൊക്കെ മേടിക്കും. അങ്ങനെ ഈ അലുക്കിട്ട മേനിയുടെ പുളപ്പിന് പൂവൊക്കെ എത്തിച്ചൊരുക്കി കൊടുക്കാൻ, ഒരു കല്യാണ പെണ്ണിനെ ഒരുക്കുന്നത് പോലെ അല്ലേ. കല്യാണത്തിലുള്ള പെൺകുട്ടികളെ കുറേ സ്വർണ്ണമൊക്കെ ഇങ്ങനെ അലക്കിയിട്ട് നല്ല വലിയ കമ്മലും ഇതൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ ഈ മരത്തിൽ കണിക്കൊന്ന ഇങ്ങനെ പൂവിടുമ്പോഴത്തേക്ക് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒരുക്കി കൊടുക്കാനായിട്ട് തിടുക്കമാണ്. ഈ ഉണങ്ങിയ കൊമ്പുകളിൽ പൂവൊക്കെ ഇങ്ങനെ വിടർത്ത്. കമ്പെന്തുകൊണ്ടാണ് ഉണങ്ങുന്നത്? ഈ വിഷുക്കാലമാണ്, മേടമാസമാണ്, ഏകദേശം നല്ല ചൂട് കൂടിയ സമയമാണ്. അപ്പോൾ ഈ മിക്ക മരക്കൊമ്പുകളും ഉണങ്ങിയൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. എങ്കിൽ പോലും ആ ഉണങ്ങിയ മരക്കൊമ്പുകളിൽ അലുക്ക് പോലെ പൂക്കൾ വിടർത്താനായിട്ട് തിടുക്കമാണ്. കണിക്കൊന്നയ്ക്ക് ഇങ്ങനെ തിടുക്കമാണ്. പിന്നെയോ ഉണങ്ങിക്കരിഞ്ഞെന്നു തോന്നിച്ച കൊമ്പിൻ മുനമ്പിൽ തിളങ്ങുന്നു പൊന്നിൻ പതക്കങ്ങൾ. എന്താലി നിന്താലി പൂത്താലിയാടി കളിക്കുന്ന കൊമ്പത്ത് സമ്പത്ത് കൊണ്ടാടി. നിൽക്കും കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. അപ്പോൾ ഈ ഉണങ്ങിക്കരിഞ്ഞെന്ന് തോന്നിച്ച കൊമ്പിൻ്റെ, അപ്പോൾ ഈ ഉണങ്ങി നിൽക്കുക എന്ന് നമുക്കിങ്ങനെ തോന്നുന്ന ആ തോന്നിച്ച കൊമ്പിൻ്റെ മുനമ്പിൽ തിളങ്ങുന്നു പൊന്നിൻ പതക്കം. അതിൻ്റെ അറ്റത്ത് തന്നെ ഇങ്ങനെ തിളങ്ങി നിൽക്കുക, പൊന്നിൻ്റെ പതക്കങ്ങൾ പോലെ, പൊന്നിൻ്റെ സ്വർണത്തിൻ്റെ പതക്കം പോലെ അല്ലേ. ഞാൻ പറഞ്ഞില്ല, അലുക്ക് പോലെ, ആഭരണം പോലെ ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ തിങ്ങി നിറഞ്ഞാണ് ഈ കണിക്കൊന്ന ഇങ്ങനെ നിൽക്കുന്നത്. ഉണങ്ങി കരിഞ്ഞെന്ന് തോന്നിച്ച കൊമ്പിൻ്റെ മുനമ്പിൽ അറ്റത്ത് തന്നെ തിളങ്ങുന്നു പൊന്നിൻ്റെ പതക്കങ്ങൾ, സ്വർണത്തിൻ്റെ പതക്കങ്ങൾ, താലി പോലെ, താലിയുടെ ഒരു ഷേപ്പാണ് ഏകദേശം ഈ പൂവിന്. പൊന്നിൻ പതക്കങ്ങൾ. എന്താലി നിന്താലി പൂത്താലിയാടി കളിക്കുന്ന കൊമ്പത്ത് സമ്പത്ത് കൊണ്ടാടി. നിൽക്കും കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. അപ്പോൾ അതിൻ്റെ അറ്റത്ത് തന്നെ ഇങ്ങനെ പൊന്നിൻ്റെ പതക്കങ്ങൾ പോലെയുള്ള ഈ കണിക്കൊന്ന ഇങ്ങനെ തിങ്ങി നിറഞ്ഞ പതക്കം പോലെ, സ്വർണത്തിൻ്റെ പതക്കങ്ങൾ പോലെ ഇങ്ങനെ കൊമ്പിൻ്റെ അറ്റത്ത് നിൽക്കുകയാണ്. അതുപോലെ എൻ്റെ താലി നിൻ്റെ താലി പോലെ. അപ്പോൾ ഈ ചെറിയ കാറ്റത്ത് ഇങ്ങനെ ആ പൂക്കൾ ഇങ്ങനെ അനങ്ങുമ്പോൾ എന്താ തോന്നുന്നത്? എൻ്റെ താലി നിൻ്റെ താലി എന്ന് പറഞ്ഞ് കളിക്കുന്നത് പോലെ. എന്താലി നിന്താലി പൂത്താലി, പൂത്താലിയാടി കളിക്കുന്ന കൊമ്പത്ത് എന്താണ് പൂത്തത്? കളിക്കുന്ന കൊമ്പത്ത് എന്താണ് നമ്മൾ കണ്ടത്? സമ്പത്ത് കൊണ്ടാടി. കളിക്കുന്ന കൊമ്പത്ത് സമ്പത്ത് കൊണ്ടാടി നിൽക്കുന്ന കണിക്കൊന്നയല്ലേ. അങ്ങനെ നിൽക്കുന്ന കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. അങ്ങനെ നിൽക്കുന്ന കണിക്കൊന്നയാണ്, അതുകൊണ്ട് എനിക്ക് പൂക്കാതിരിക്കാൻ കഴിയുകയില്ല എന്നാണ് ആര് പറയുന്നത്? കണിക്കൊന്ന പറയുന്നത്. അപ്പോൾ ഇത് എഴുതിയ കവി അയ്യപ്പ പണിക്കരാണ്. അപ്പോൾ ഒന്നുകൂടെ മിസ്സ് വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ അത് കൂടെ വായിക്കുക, നന്നായിട്ട് ഉറക്കെ വായിച്ച് പഠിക്കുക, അർത്ഥം ഒന്നുകൂടെ നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക.
അപ്പോൾ നോക്കി, എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ വിഷുക്കാലമെത്തി, കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഞാൻ ഞെട്ടി ഞെട്ടിത്തരിക്കും, ഇരുൾ തൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും, പുലർച്ചെ കുളിർക്കാറ്റു വീശിപ്പറക്കും, വിയൽ പക്ഷി ശ്രദ്ധിച്ചു നോക്കും, ഞരമ്പിൻ്റെ ഉള്ളിൽ തിരക്കാണലുക്കിട്ട മേനിപ്പുളപ്പിന്നു പൂവൊക്കെ എത്തിച്ചൊരുക്കി കൊടുക്കാൻ തിടുക്കം തിടുക്കം, ഉണങ്ങിക്കരിഞ്ഞെന്നു തോന്നിച്ച കൊമ്പിൻ മുനമ്പിൽ തിളങ്ങുന്നു പൊന്നിൻ പതക്കങ്ങൾ, എന്താലി നിന്താലി പൂത്താലിയാടി കളിക്കുന്ന കൊമ്പത്ത് സമ്പത്ത് കൊണ്ടാടി, നിൽക്കും കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ. അപ്പം അർത്ഥം അത്രയേ ഉള്ളൂ. വിഷുക്കാലം എത്തിക്കഴിഞ്ഞു, കണിക്കൊന്നയ്ക്ക് പൂക്കാതിരിക്കാൻ കഴിയില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഉറക്കത്തിൽ ഞെട്ടി ഞെട്ടി ഉണരും. എന്നിട്ട് ആ സമയത്ത് ഇരുളിൻ്റെ തൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം കടന്നു വരികയാണ്. എന്നിട്ട് പ്രഭാതം പതുക്കെ ഒന്ന് ചിരിക്കാനായിട്ട് ശ്രമിക്കുന്നു. ആ സമയത്ത് നല്ല കുളിർക്കാറ്റിങ്ങനെ, പുലർച്ചെ കുളിർക്കാറ്റ് വീശിപ്പറക്കും. ആ സമയത്ത് ആകാശചാരിയായ പക്ഷി, വിഷുപക്ഷി ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കും. ഞരമ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിരക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മേനിയുടെ പുളപ്പിന് ആ ഭംഗി ഒരുക്കി കൂട്ടുന്നതിന് വേണ്ടി കണിക്കൊന്നകൾ ഇങ്ങനെ പൂവ് ഒരുക്കി ഒരുക്കി കൊടുക്കാനായിട്ട് ഭയങ്കര തിടുക്കപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഉണങ്ങിപ്പോയി എന്ന് തോന്നിച്ച കൊമ്പിൻ്റെ അറ്റത്ത് പോലും, മുനമ്പ് അറ്റത്ത് പോലും പൊന്നിൻ പതക്കങ്ങൾ പോലെ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നു. എൻ്റെ താലി നിൻ്റെ താലി പൂത്താലി ആടി എന്ന് പറയുന്ന പോലെ ആ കളിക്കുന്ന കൊമ്പത്ത് സമ്പത്തിങ്ങനെ വിടർന്ന് നിൽക്കുന്ന പോലെ, സമ്പത്ത് സ്വർണത്തിൻ്റെ മഞ്ഞ കളറെന്ന് പറയുന്നതിന് സ്വർണത്തിൻ്റെ ആ പൂത്താലി പോലെയുള്ള ആ ഒരു, നമുക്കറിയാം സമ്പത്തെന്ന് പറയുന്നതിന് മഞ്ഞ കളറാണ് അപ്പോൾ അതുപോലെ സമ്പത്തും സമൃദ്ധിയും കൊണ്ടുവരികയാണെന്നുള്ളൊരു ഐതിഹ്യം ഉണർത്തിക്കൊണ്ട് തന്നെ ആ എൻ്റെ താലി നിൻ്റെ താലി എന്ന് പറഞ്ഞ് ചെറിയ കാറ്റത്ത് ആടിക്കളിക്കുന്ന ആ കണിക്കൊന്ന പൂവിനെയും നമുക്കടുത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കിയുള്ള വരികൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ മിസ്സ് പറഞ്ഞുതരാം. അപ്പോൾ നന്നായിട്ട് വായിക്കുക, ഉറക്കെ വായിച്ച് പഠിക്കുക. ശരി, ഓക്കെ, സീ യു, ബൈ.